സെക്കുലാർ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് ജീവിതാനുഭവ നേരത്തെ ദിരാറും സണ്ണിയും എല്ലാം രേഖപ്പെടുത്തിയത്. ഒന്നായി ഈ ചെറിയ സമയം കൊണ്ട് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. അതിനു മുമ്പായിട്ട് പേര് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തി പറഞ്ഞാൽ നന്നായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് സതീഷ് കൊയിലത്ത്. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. പാലക്കാട് യുക്തിവാദി സംഘത്തിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറിയാണ്. കേരളം മുഴുക്കെ 2016 കുരിപ്പുഴയോടൊപ്പം നടത്തിയ മതാതീത സാംസ്കാരിക യാത്രയിലെ ഒരു അംഗം കൂടിയിട്ടാണ്. വലിയ അനുഭവങ്ങളൊക്കെ പലതും പങ്കുവച്ചിട്ടുണ്ട് ആ യാത്ര. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നില്ല. നമ്മൾ ഈ മതേതര ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം, അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ സൂചിപ്പിക്കാം. ഞാനൊരു മിശ്രവിവാഹിതനാണ്. ചെറുപ്പത്തിൽ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ, ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പഠിക്കുകയും അയാൾ കടിച്ച മാങ്ങ ഞാനും കടിച്ചു തിന്നും അങ്ങനെ വളർന്ന ഒരു സുഹൃത്ത്. ആ സുഹൃത്തിൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു. അപ്പോൾ അവിടെ എല്ലാവരും, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ സാമുദായികമായിട്ട് ഞങ്ങളുടെ ഇതിലൊക്കെയുള്ള ആൾക്കാരൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച കുടുംബത്തിൽ വന്നപ്പോഴേക്കും കുടുംബത്തിലെ മറ്റാൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അന്നാണ് ഞാൻ ഈ ജാതീയതയുടെ വിവേചനത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ സ്കൂളിൽ എൻ്റെ സുഹൃത്തും ഞാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് അദ്ദേഹവും ഞാനും ഒരേ മാങ്ങ കടിച്ചു തിന്നുകയും ചെയ്ത് വളർന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയിട്ട് ഞാനിങ്ങനെ ഇത് കഴിച്ചപ്പോൾ, അത് കുറച്ച് വലുതായതിനു ശേഷം അത് കഴിച്ചപ്പോൾ അവിടെ നിന്ന് സാമുദായികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള, ഞാൻ ഇവിടെയൊക്കെ പലരും ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ ആദ്യം എൻ്റെ RSSലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്ന് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഹിന്ദുയിസം പറഞ്ഞ വലിയ വിശാലമായ വീക്ഷണമാണ്, അങ്ങനെ എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഏറ്റവും ഭീകരത ഞാൻ മനസ്സിലാക്കിയത് 1992 ഡിസംബർ 6 ഒരു സംഭവത്തിലാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചിട്ട് ആ വീഡിയോ പലരിലേക്കും എത്തിച്ചിരുന്നവർ സരയൂ നദിയിൽ നിന്ന് അഴുകിയ ശവങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കുന്ന കാഴ്ചകളാണ്. എൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ കരഞ്ഞുപോയി. മനുഷ്യൻ ഇത്രയേ വിലയുള്ളൂ മതത്തിൻ്റെ മുന്നിൽ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. മനുഷ്യൻ എന്ത് വിലയാണ് ഇവിടെ മതം നൽകുന്നത്? ഞാനത് എഴുതിയിട്ടുണ്ട്. ഞാനൊരു വാർത്ത അന്ന് ഞാൻ സല്യൂട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം, ഞാൻ വിവാഹിതനാണെന്ന് പറഞ്ഞു. എനിക്ക് കുട്ടികളില്ല. ഞങ്ങൾ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ ദത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ച് ഞാൻ അതിന് വേണ്ട ഫോം, ഞങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ കൊടുക്കണം, സാമ്പത്തിക സ്ഥിതി കൊടുക്കണം. 2015 ശേഷമാണ്. 2015 മുമ്പാണെങ്കിൽ നമുക്ക് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി, കാറ എന്ന് പറയും, സാറ, സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി. അതിന് മുമ്പാണെങ്കിൽ നമുക്കൊരു കുട്ടിയെ പോയിട്ട് പോയി നമുക്ക് ദത്തെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ 2015 ഇത് വന്നപ്പോൾ അപ്പോഴാണ്, അതിന് ശേഷമാണ് എനിക്ക് ശ്രമിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഇതിൽ കോളങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്, കുറേ കോളങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മിശ്ര വിവാഹിതരാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മടി ജാതി മതം ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജാതി മതം ഇല്ല എഴുതിക്കൊണ്ടു. അപ്പോൾ അവിടുന്ന് ചോദിച്ച്, അവിടെ നമ്മളുടെ ഹോം സ്റ്റഡിക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം,
നിങ്ങൾ കുട്ടിയെ മതമില്ലാണ്ടാണോ വളർത്തുക എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ജാതി മതമില്ല, കുട്ടിയുടെ ജാതി മതവും നോക്കിയിട്ടല്ല ഞങ്ങൾ ദത്തെടുക്കുന്നത്. പക്ഷെ നമ്മുടെ സംവിധാനം എത്ര അപര്യാപ്തമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിതൊക്കെ പറയുമ്പോഴും ഇന്ത്യയുടെ ഭരണഘടനയിൽ മതേതരത്വത്തെക്കുറിച്ച് എഴുതണം. മതം എന്നുള്ളത് ഒരു മൗലിക അവകാശമായിട്ടാണ്, ഒരു വ്യക്തിയുടെ പ്രചരിപ്പിക്കാനുള്ള മൗലിക അവകാശമായിട്ടാണ് ഭരണഘടന രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഭരണഘടന രേഖപ്പെടുത്തിയിട്ടുള്ളത് ശാസ്ത്രബോധവും അന്വേഷണാത്മകതയും വളർത്തുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കർത്തവ്യമായിട്ടാണ് നമ്മുടെ ഭരണഘടന ഓർമ്മിപ്പിക്കുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. മൗലികാവകാശം അത് വ്യക്തിക്ക് അവകാശമാണ്, അത് വ്യക്തിക്ക് വേണമെങ്കിൽ ചെയ്യാൻ, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷെ കർത്തവ്യമായിട്ടുള്ളത് നമ്മുടെ ശാസ്ത്രബോധവും. പക്ഷെ നമ്മൾ പ്രചരിപ്പിക്കുന്ന മുഖ്യ ഈ അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള മതങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ. അമ്പലങ്ങളും പള്ളികളും ഒക്കെയാണ് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ഒരു ഘടന. ഈ മതേതര ജീവിതം നയിക്കുമ്പോഴും വരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ഘടന ഭരണതലത്തിൽ പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇതാണ്. ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഇപ്പോൾ നമ്മൾ സാമൂഹികമായിട്ട് സെക്കുലർ ജീവിതം നയിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിനോട് ചേർന്നില്ലെങ്കിൽ പലപ്പോഴും അവരുടെ കാര്യങ്ങളിലേക്ക് വരുന്ന പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, മാത്രമല്ല ഇന്ന് ചില നമ്മുടെ എഴുത്തുകാരിൽ പോലും ചില ആൾക്കാർ പഴയ വാല് കൊട്ടിപ്പിടിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് സ്ഥാപിക്കുന്ന ആൾക്കാരായിട്ട് എഴുത്തുകാർ പോലും ഉണ്ട്. അതായിട്ട് സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നത് വളരെ ഒരു വിപരീയെന്നേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാവും എന്നുള്ളത് ഇവിടെ നേരത്തെ ശക്തിധരൻ സാറ് സൂചിപ്പിച്ചിരുന്നു. സാധ്യമാവണമെങ്കിൽ മതേതര ജീവിതം നയിക്കുന്ന ഈ ഒരു കൂട്ടായ്മ തന്നെ നമ്മുടെ സർക്കാരിനോട് ഈ ഇത്തരത്തിൽ മതനിരപേക്ഷമായ കാഴ്ചപ്പാടുകളോടുകൂടി അല്ലെങ്കിൽ മിശ്രവിവാഹിതരായ ആൾക്കാർക്ക് ഒരു സംവരണം കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്തരത്തിൽ മിശ്രവിവാഹ സംവരണം കൊണ്ടുവരുമ്പോൾ കൂടുതൽ ജനങ്ങൾ ഈ അതിലേക്ക് ആകർഷിക്കപ്പെടും. പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ ഈ മതങ്ങളും ജാതിയും ഇതൊക്കെ പിടിച്ചു നിർത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള സംവരണങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ്, അതിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മതമില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ സ്കൂളിൽ മതേതര ഭാര്യയും ഭർത്താവും മിശ്രവിവാഹിതരാണെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ ഇത് കൊടുക്കുമ്പോൾ അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് എഴുതി വെക്കുന്നത്. അപ്പോൾ അതിനൊരു മിശ്രവിവാഹ സംവരണം നമ്മുടെ സമൂഹത്തിൽ വരണം. പിന്നെ രണ്ട് റിക്വസ്റ്റ് എനിക്ക് പറയാൻ, രണ്ട് കാര്യങ്ങൾ പറയാൻ കൂടിയില്ല. നമ്മുടെ ഈ സെക്കുലർ ഇത് ഒന്ന്, നമ്മുടെ രാഷ്ട്രത്തിൽ എല്ലാ ആചാരങ്ങൾക്കും ദിവസങ്ങളുണ്ട്, എല്ലാ ഇതിനും ദിവസങ്ങളുണ്ട്. അതേപോലെ പല മത ആചാര്യന്മാർക്ക് അവരുടെ ദിവസങ്ങളൊക്കെ ഒഴിവു ദിനങ്ങളൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മതേതര ഇന്ത്യയിൽ ഒരു മതേതര ദിനമില്ല. മതേതര ഇന്ത്യയിലെ മതേതര ദിനമില്ല. അന്വേഷണാത്മകതയും ശാസ്ത്രബോധവും വളർത്തണം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുമ്പോഴും അന്ധവിശ്വാസ മോചന ദിനം നമുക്കില്ല. രാജാറാം മോഹൻ റായിയുടെ ജന്മദിനം അന്ധവിശ്വാസ മോചന ദിനവും അതുപോലെ തന്നെ മതേതര ദിനം ഞങ്ങൾ യുക്തിവാദി സംഘത്തിലെ ആൾക്കാർ ഇപ്പോൾ പലരും നടത്തുന്നുണ്ട്. TJ ജോസഫിൻ്റെ ഭാര്യ സലോമി, അത് രണ്ട് മതങ്ങളുടെ പീഡനങ്ങൾക്ക് ഇരയായിട്ടാണ് അവർ ഇതായത്. അവരുടെ ചരമദിനം മതേതര ദിനമായിട്ട് ഞാനും കുരിപ്പുഴയാണ് ആ ഒരു സജഷൻ ആദ്യം വെച്ചത്. അത് അവർ ഇന്നിപ്പോൾ പലരുടെയും നടത്തുന്നുണ്ട് യുക്തിവാദി സംഘം. അതുപോലെ ആ മതേതര ദിനം എന്നുള്ളത് ഒരു ദിനം നമ്മൾക്ക് സമൂഹത്തിൽ വരണം. അതുപോലെ തന്നെ അന്ധവിശ്വാസ മോചന ദിനവും. അപ്പോഴേ നമ്മുടെ സമൂഹത്തിലൊരു മാറ്റം കുറച്ചെങ്കിലും ഒരു ചിന്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. മറ്റേത് ഇന്നും ഈ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും. നേരത്തെ പോലെ കുംഭമേളയും മറ്റു പലതുമായിട്ട് പുതിയ പുതിയ അന്ധവിശ്വാസങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കില്ല. പലതിങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും പലരും.
ഇത്ര പറയാനുള്ളൂ. ഓക്കെ.